നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ പിടിയും കോഴിയല്ല, എന്താ കുഞ്ഞിപ്പത്തല്ലോ, അങ്ങനെ എന്തോ സാധനം കൊഴുക്കട്ട പോലെ ഉണ്ടാക്കിയിട്ട് ആവിയിൽ വെച്ച് വേവിച്ചിട്ട് ചിക്കനോടെ മിക്സ് ചെയ്യില്ലേ, ആ സാധനമാണ്. എനിക്കും എൻ്റെ അമ്മയ്ക്കും മാത്രം മതി ഈ സാധനം, ബാക്കി ആർക്കും വേണ്ട. വേദയും ചീമയ്ക്കൊട്ടും വേണ്ടെന്ന് പറഞ്ഞു. വേദ സെപ്പറേറ്റ് ആക്കി തിന്നോളാം, അതായത് കുഞ്ഞിപ്പത്തൽ സെപ്പറേറ്റും ചിക്കൻ സെപ്പറേറ്റും ആയിട്ട് തിന്നോളാം. ഞാനും അമ്മയും അതിൽ കൂടെ മിക്സ് ചെയ്താണ് കഴിക്കാൻ പോകുന്നത്. അപ്പം ഞാനാണ് ഇന്നത് വയ്ക്കാൻ പോകുന്നത്. ചിക്കൻ വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ വച്ചിട്ടുണ്ട്. ഫസ്റ്റ് അത് അമ്മ ക്ലീൻ ചെയ്ത് തരും. എന്ന് എൻ്റെ റെസിപ്പിയാണ് ഗായ്സ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവാട്ടോ, ഉറട്ടിക്ക് ഒക്കെ എടുക്കുമ്പോഴത്തെ ഇടിയപ്പത്തിൻ്റെ മാവിൽ ഒരു നുള്ളു ജീരകവും കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചതച്ച് വെച്ചേക്കാണ്. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഇട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കും. അത്രയേ ഉള്ളൂ സംഭവം. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം നമ്മുടെ മാവിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ചപ്പാത്തിയുടെയൊക്കെ മാവ് കുഴയ്ക്കും പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഉറട്ടിക്കും ഒക്കെ കുഴയ്ക്കും പോലെ കുഴച്ചെടുക്കുക. നല്ല ചൂട് വെള്ളത്തിലാണേ. നമ്മുടെ മാവിനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടേ. ഇതിൽ എണ്ണ ഒഴിക്കണമായിരുന്നാ? ഇനി ഇതിനെ എന്ത് ചെയ്യണമെന്നാ? എണ്ണയൊന്നും ഒഴിക്കണ്ട. ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇതാ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഒരു, അയ്യോ കയ്യിൽ പക്ഷേ വെള്ളം വെച്ചിരുന്നെങ്കിൽ, ഇവിടെ അങ്ങനെയാണല്ലോ, എല്ലാം വേണമല്ലോ. ഇങ്ങനെ 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 ബോളാക്കിയിട്ട് ഇങ്ങനെ ആക്കണം. കണ്ടോ, ഇതാണ് ഞാൻ ലൈവ് വോയിസ് ചെയ്യാത്തത്. ചുമ്മാ കിടന്നല്ല ചൂണ്ടിരിക്കുന്നു. ഇങ്ങനെ ഉരുട്ടിയിട്ട് നടുക്കൊരിത് കൊടുക്കണേ. ഇത് കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ്. ഞാൻ വെള്ളം നനച്ചിട്ട് വരാം. കൈ നനച്ചേ. ഇനി ഇതാ കണ്ട, കൈ നനച്ചപ്പോൾ കറക്റ്റ് വന്നു. ഇങ്ങനെ ഒരു നടുക്കൊരു കുഴിയാക്കി ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ പരിപാടി. അത് ന്യായമായിട്ടുള്ള കാര്യമായിരുന്നു. ഇങ്ങനെ എല്ലാം ഉരുട്ടി ശരിയാക്കണം. ബോൾസ് എല്ലാം നടുക്കൊരു കുഴിയുടെ കൊടുക്കണേ. നമ്മുടെ മാവിനെ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് സ്റ്റീമറിൽ വെച്ച് ആവിയേറ്റി എടുക്കേ. നമ്മുടെ കുഞ്ഞിപ്പത്തിൽ നമ്മൾ ഉരുട്ടി ഇങ്ങനത്തെ ഷേപ്പിലാക്കിയിട്ട് സ്റ്റീമറിലേക്ക് ഓരോന്നോരോന്നായിട്ട് പറക്കി വെക്കുക കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. വീഡിയോസിലൊക്കെ കണ്ടു, അതുപോലെ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. ഡീറ്റെയിൽ എനിക്കറിയത്തില്ല. ഇനി നമുക്ക് മൂടി വെച്ച് ആവി കയറ്റി വേവിക്കാവേ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിക്കൻ വെച്ചല്ലേ, ഞണ്ട് കറി വെച്ച് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുപോലെ സിമ്പിളായിട്ടാണ് നമ്മളിന്ന് ചിക്കൻ കറി വെക്കുന്നത്. സബോള ഇതെന്തോ ചമ്മന്തിക്ക് രാവിലെ അരച്ചിട്ട് കഴുകി വെച്ചിരിക്കുന്നത്. ഒന്ന് വെള്ളം കളഞ്ഞ് വെച്ചിരുന്ന ജാറായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇഞ്ചി കൂടുതൽ അല്ല, വെളുത്തുള്ളി കൂടുതൽ, ഇഞ്ചി കുറച്ച്, എങ്കിലും ഒരുപോലെ ഉണ്ട്. ശകലം ഇഞ്ചി കുറവല്ലേ. ടൊമാറ്റോ ഒരു വലിയ ടൊമാറ്റോയും ഒരു ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് അരയില്ല. 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് മസാലകൾ കൂടി ആഡ് ചെയ്യാം. ഇപ്പം അരച്ച് കാണിച്ചു തരാം. അപ്പം പൊട്ടിത്തെറിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. വേദ പേടിച്ചു. നോക്കട്ടെ, ഇന്ന് മമ്മിയുടെ സ്പെഷ്യൽ തേങ്ങാപ്പാലൂടെ ഒഴിച്ചിട്ടാണ് കറി വയ്ക്കുന്നത്. പക്ഷെ അന്ന് ഞാൻ വച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്കിതിൽ പൊടികളൂടെ ഇടാവേ. സ്പൈസസ് ബോക്സ് മമ്മിയുടെ അത് കാണിക്കേണ്ടത്, അത് കൊള്ളൂല, കാണാൻ ഭംഗിയില്ല. മുളക് പൊടി വറക്കണമെന്നില്ല കേട്ടോ. ഇങ്ങനെയാണ് നമ്മളിന്ന് കറി വയ്ക്കണം. ഓ, ഇത് എരിവെന്ന് എഴുതിയേക്കണതാണ് കേട്ടത് തന്നെ. അപ്പോൾ കുറച്ചുകൂടി ഇടാം. മുളകൊക്കെ ഉണ്ടെങ്കിലേ കൊള്ളാവും. മഞ്ഞൾപ്പൊടി നമ്മളെപ്പോഴും ചിക്കൻ വെക്കണ അതേ സെയിം കാര്യങ്ങൾ തന്നെ കേട്ടോ. ഉപ്പ് ഇങ്ങോട്ട് കാണില്ലേ, ഇത് മല്ലിയല്ലേ, മല്ലി മസാല വേണം. കുരുമുളക് ഗരം മസാല, കുരുമുളക് ലാസ്റ്റ് ഇടാം. അല്ലെ ഇപ്പൊ ഇടാം, എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ചിട്ട് വയ്ക്കാം. ഒന്നും സംഭവിക്കൂലടാ, ഓൾറെഡി അതെല്ലാം പേസ്റ്റ് ആയി. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ചിക്കനിൽ എണ്ണ കൊഴിച്ച് കടുക് പൊട്ടിച്ച് ചിക്കനൊക്കെ ഇട്ട്
ഇതൂടെ ഇട്ട് വഴറ്റിയെടുക്കും. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിപ്പത്തൽ റെഡി ആയിട്ടുണ്ടാവാം. തുറക്കാൻ പറ്റുന്നില്ലല്ലോ. റെഡി ആയെന്നാണ് തോന്നുന്നത്. ഇത് മാറ്റിയിട്ട് നമുക്ക് ഈ അടുപ്പത്ത് തന്നെ ചിക്കൻ വയ്ക്കാവേ. പാൻ അടുപ്പത്ത് വെച്ചു. നല്ല വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ. കറിവേപ്പില എവിടെ? ഞാൻ സൺഫ്ലവർ ഓയിൽ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ വാങ്ങിക്കില്ല. കറിവേപ്പില ഇല്ല. ഇത്രേ ഉള്ളോ? കറിക്ക് ടേസ്റ്റ് പറഞ്ഞാൽ എന്നെ പറയരുത്. ഞാനെന്ത് ചെയ്യില്ലാത്ത കടുകിനൊരു സ്പൂണില്ല. ഞാൻ ഒരു ഉദ്ദേശം വെച്ചൊക്കെയാണ് തട്ടണം. ഞാൻ മോഡേൺ പരിഷ്കാരിയല്ല, ഞാൻ സാധാ ഒരു വീട്ടമ്മ. കടുക് പൊട്ടിയിട്ട് വറ്റൽമുളകും കറിവേപ്പില ഇടാവേ. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണേ. സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഉപ്പ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ഒരുപാട് ആവേശത്തോടെ പ്രതീക്ഷയോടെ വയ്ക്കുന്നുണ്ട്. ഇനി കറി എന്തോന്നാവുന്നുണ്ട്. എൻ്റെ ഒരു കയ്യിൽ ക്യാമറ, ഒരു കൈ കൊണ്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട, നിങ്ങൾ തേങ്ങാപ്പാൽ എടുത്ത് തന്നാൽ മതി. അതുകൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ വീഡിയോ ഇരിക്കുന്നത്. നന്നായിട്ടൊന്ന് ആ പച്ചമണമൊക്കെ മാറുന്നവരെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഞണ്ട് കറി എങ്ങനെയാണോ വെച്ചാൽ അതുപോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ കുറച്ച് തേങ്ങാപ്പാലൂടെ ഒഴിക്കുന്നുണ്ട്. നമ്മുടെ മസാലയുടെ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതെ, ശരി, നല്ല കാര്യം. വീഡിയോ എടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഞാനും മനുഷ്യനല്ലേ, കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ. മറ്റുള്ളവർക്ക് കഷ്ടപ്പാട് അറിഞ്ഞുകൂടാ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. ഓ ഓ ഇളക്കിയിട്ട് വെള്ളം ഇറങ്ങി വരുമ്പം രണ്ടാം പാൽ ഒഴിക്കാം അല്ലേ? മൂന്നാം പാല്, രണ്ടാം പാലും ഒന്നാം പാലും എടുക്കും. രണ്ടാം പാൽ ഒഴിച്ചാൽ മതി. രണ്ടാം പാൽ ഒഴിച്ചാൽ മതി, മൂന്നാം പാലൊന്നും ഒഴിക്കണ്ട. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങൂലേ? ഇത് മൂടി വെച്ച് ഒന്ന് വെന്ത് വന്നിട്ട് നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം. ഇനി മൂടി വയ്ക്കാം. വെള്ളം ഇറങ്ങിയിട്ട് രണ്ടാം പാൽ ഒഴിക്കാം. വറുത്ത് വെച്ച സവോള ഉണ്ടല്ലോ, ആ സവോളയും കുറച്ച് മല്ലിയില ലാസ്റ്റ് ഒന്നാം പാൽ. ആ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി രണ്ടാം പാൽ ഒഴിക്കാം. ഓ, രണ്ടാം പാൽ ഒഴിച്ച് വേവിച്ചിട്ട് ലാസ്റ്റ്. ഓഹോ, ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ? ഇപ്പോഴത്തെ ചിക്കന് നല്ല വേവുണ്ട്. കഴിഞ്ഞ ദിവസം ബിരിയാണി വെച്ചിട്ട് അതുപോലെ കിടന്നു ചിക്കൻ. കുക്കറിലിട്ട് 3 വിസിലേൽപ്പിച്ച ചിക്കൻ അതുപോലെ കിടന്നു. ചിക്കൻ കാണാൻ നല്ല ലുക്കില്ലേ? ഓന്നോറ. ഓ, നല്ല ലുക്ക്, അടിപൊളി. ഇതെവിടെ നിന്നത്? നല്ല തിക്ക് ഗ്രേവിയിൽ മുങ്ങിക്കിടക്കുന്ന ചിക്കൻ. ചിക്കൻ തേങ്ങാപ്പാലിലൊക്കെ കിടന്ന് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. രണ്ടാം പാലാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ടേസ്റ്റ് മേക്കറിനെ കൂടി ആഡ് ചെയ്യണേ. സവോള വറുത്തത് ഇതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ കഴിക്കാത്ത വെജിറ്റേറിയൻ. ചിക്കൻ കഴിക്കാത്തവർക്ക് മോദമീൻ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ മോദ. ചിക്കൻ വെന്ത് കാണൂലേ? ഇതിന് ഇനി ഒന്നാം പാല്. ഉപ്പൊക്കെ നോക്ക്. വേദയ്ക്ക് വേണ്ട, ചീമയ്ക്ക് വേണ്ട. വേദയ്ക്ക് സെപ്പറേറ്റ് വേണം. അങ്ങനെ വേദയ്ക്ക് കുറച്ച് പിടിയെടുത്ത് മാറ്റി വെച്ചു. തീ കൂട്ടിയിട്ട് ഞാൻ കുറച്ചിട്ടേക്കും. വേദയ്ക്ക് പിടി മാറ്റി വെച്ചു. ഉപ്പൊക്കെ ഇല്ലേ? അടിപൊളിയല്ലേ? ഓ, അമ്മ തേങ്ങാപ്പാൽ ഒഴിച്ച് തിളപ്പിക്കുമെന്ന്. ചിലർ തേങ്ങാപ്പാൽ ഒഴിച്ച് തിളപ്പിക്കാറില്ല. നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പിടി ഒന്ന് തിളച്ചിട്ടിടാം അല്ലേ? അതാണ്. നാളെ ഞാൻ ഇത് ഞണ്ട് വെച്ചിട്ട് നല്ലതായിരുന്നു. മല്ലിയല്ലേ സ്പ്രെഡ് എന്നിട്ട് മറ്റേ പിടിയും കൂടെ ഇട്ട് വേദയ്ക്ക് മാറ്റി വെച്ചേക്കണ കാണിച്ചോടും. പെട്ടെന്നൊരു ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇത് വേദയ്ക്ക് മാറ്റി വെച്ചിരിക്കണത്. വേണ്ടെങ്കിൽ അതിൽ കൂടെ ബാക്കി തട്ട്. ഓ,
കൊഴുക്കട്ട ചീമയ്ക്കും വേണമെന്ന് ചീമയ്ക്കും വേണോ? കൊടുത്തിട്ട് വാ. കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കൊഴുക്കട്ട. മതി, തികയും ഇത്. ഓ, ആവി കയറ്റി എടുത്തത് വേണോ? മാറ്റി വെക്കണ്ടല്ലോ. വേണ്ടേ? ഒട്ടും വേണ്ടേ? പക്ഷെ ഇത് ഇറച്ചി കിടന്ന് ആട്ടെ. ഇത് ഒട്ടുടണ്ടേ? അത് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ വേദയ്ക്കും വേണ്ട, അതെല്ലാം കൂടെ അങ്ങ് തട്ട്. സെപ്പറേറ്റ് വേണോ? അത് ഇടണോ? ആദ്യം അത് ഇട്ടാ നല്ല ടേസ്റ്റ് ആയിരിക്കും. തിളച്ചിട്ട് ഓഫ് ചെയ്യാം. പക്ഷെ വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണോടാ കറി. വേണ്ട വേണ്ട, എണ്ണ ഞാൻ ധാരാളം ഒഴിച്ച്. ചൂട് സ്പൂൺ കൊണ്ട് സ്പൂൺ എടുത്ത് വെച്ചേക്കല്ലേ. ഒട്ടിയിരിക്കുന്നത് ഇളക്കാൻ പാടായിരിക്കും. ഒരട്ടിയും കറിയും പോലെ ഇരിക്കും മിക്കവാറും. കുഞ്ഞൊരട്ടി ഒരെണ്ണം അല്ലാതെന്നാണ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന സാധനമാണ്. ഇവർ പിടിയും കോഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അല്ലേ? ആ, ഇത് കുഞ്ഞിപ്പത്തല്. പിടിയും കോഴി ഉണ്ടാക്കിയിട്ടില്ലേ? ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അത്ര ടേസ്റ്റ് അത് വന്നില്ല. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കുറുറാന്ന്. അത് സെപ്പറേറ്റ് ഗ്രേവി ആയിട്ടൊക്കെ. ഇത് ഒരുമിച്ചല്ലേ? അപ്പോൾ ഇത് എന്താണെന്ന് നോക്കാം. ഒന്ന് തിളപ്പിച്ചിട്ട് അങ്ങ് മൂടിയൊക്കെ ഇനി കഴിക്കാൻ നേരം എടുക്കാം. അപ്പോൾ അതിൽ സോക്കായി ചോറൊന്നും ചിലവാ. എന്താ കൊള്ളാം. ഓക്കെ കണക്ക് തിക്കായല്ലേ ഇപ്പം കേട്ടോ. അപ്പോൾ അതിന് ഗ്രേവി പിടിക്കും. വെള്ളം ഒഴിക്കേണ്ടി വരുമെന്തോ. കൊള്ളാമോ? മല്ലിയില ശകലം കൂടെ ഇടണോ? ഗായ്സ്, വലിയൊരു അബദ്ധം പറ്റി ഗായ്സ്. നമ്മുടെ കുഞ്ഞിപ്പത്തലിൽ തേങ്ങ കൂടി ഇടണമായിരുന്നു. ഇപ്പോഴാണ് അത് കഴിച്ചപ്പോൾ എന്തോ ഒരു ടേസ്റ്റ് കുറവ് പോലെ. നമ്മൾ ഉരട്ടിയൊക്കെ കഴിക്കുമല്ലോ, അപ്പം നോക്കിയപ്പോൾ എന്തോ ഒരു കുറവ് പോലെ. അങ്ങനെ ഞാനിരുന്ന് ആലോചിച്ചപ്പോഴാണ് തേങ്ങ കൂടിയിട്ടാണ് മാവ് കുഴക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഇട്ട് നീ പൊളിച്ചാനാട്ടോ. നല്ല കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടെ അമ്മയും മോളും കൂടെ വഴക്കൂടണം. ഇതാണ് ഞാൻ വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നത്. അത് എങ്ങോട്ട് ഇട്ടിരുന്നെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. നെക്സ്റ്റ് ടൈം ആവട്ടെ. ഇത് നീ എങ്ങനെയാണ് നോക്കിയിട്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തേങ്ങയും കൂടെ ഇട്ടിട്ട് മാവ് കുഴക്കണേ. ഓക്കെ, നമ്മുടെ കുഞ്ഞിപ്പത്തൽ നമുക്ക് കഴിച്ച് നോക്കാം. കുറച്ച് തേങ്ങ ഇട്ടിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ശകലം കൊഴുക്കട്ടയും ചിക്കനും കൂടി വെച്ച് കറി എല്ലാം കൂടെ മിക്സ് ആയിരിക്കണ്ടേ. തേങ്ങ ഇടാത്ത കുഞ്ഞിപ്പത്തൽ. തേങ്ങാപ്പാൽ ഒഴിച്ചല്ലോ, അത് മതി. കൊള്ളാം. ഉരട്ടിയും ചിക്കനും കഴിക്കുന്ന ടേസ്റ്റ് തന്നെ കേട്ടോ. തേങ്ങ കൊണ്ട് ഇട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നൈസ്, ഇഷ്ടമായി. ചെടിയപ്പവും ചിക്കനും ഒക്കെ കഴിക്കുന്ന ആ ടേസ്റ്റ്. ആ ഉരട്ടി അതിൽ മുങ്ങിക്കിടന്ന് അതിൽ സോക്കായി ആ ഗ്രേവിയുടെയൊക്കെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് കൊള്ളാം. ഇത്രയും സാധനങ്ങളുണ്ടായിട്ട് അച്ഛനും ചീമയൊക്കെ കഴിക്കുന്നത്, അച്ഛൻ കഴിക്കുന്നത് മീൻ കറി വെച്ചേ. അച്ഛൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നേ കഴിക്കാറുള്ളൂ. ഇന്ന് ഏതോ ഒരു മൂവി ടി വിയിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഏതോ ഒരു സോങ് അച്ഛനെ കണ്ടേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് വന്നിരിക്കുക കേട്ടോ. ചീമ തൈരും ചോറും അച്ചാറും കൂടിയാണ് ചീമ കഴിച്ചത്. ഇത്രയും കറികളുണ്ടായിട്ട് കേട്ടോ. അവിടെ ചിക്കനും കഴിച്ചില്ല, മീനും കഴിച്ചില്ല. അച്ഛൻ മീൻ കറി മാത്രം വെച്ചാണ് അച്ഛൻ കഴിക്കുന്നത്. അങ്ങനെ അച്ഛൻ വീഡിയോ എടുത്തപ്പോൾ പറയണം, അങ്ങനെ വീഡിയോ എടുക്കല്ലേ, ഞാൻ ആ ഡൈനിങ് ടേബിളിൽ ഇരുന്നല്ലേ കഴിക്കുന്നത്, ഇതൊക്കെ കണ്ടാൽ മോശമല്ലേ എന്ന്. ഞാൻ പിന്നെ ഫുൾ റെസ്റ്റാണല്ലോ, എപ്പോഴും റെസ്റ്റാണല്ലോ. അമ്മ മറ്റേ കുഞ്ഞിപ്പത്തലൊക്കെ വെച്ച് കഴിക്കാം കേട്ടോ. പക്ഷേ തേങ്ങ ഇവിടെ ഇട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ഇരുന്നപ്പോൾ അതേ അന്തർവയുടെ അമ്മയും കൂടി വന്നു. അപ്പോൾ പൊങ്കാല ഇട്ടിട്ട് പൊങ്കാല പ്രസാദമായിട്ട് വന്നതാട്ടോ. ഞാൻ ഇന്നലെ മെസ്സേജ് ഇട്ടിരുന്നു, ചേച്ചി പൊങ്കാല ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൊണ്ട് തരണേ എന്നുള്ളത്. പിന്നെ ഇതുവഴി പോകുന്നവരും വരുന്നവരും ഒക്കെ തരും. എങ്കിലും ഒന്ന് ചേച്ചി എവിടെ പൊങ്കാല ഇട്ടാലും ചീമയ്ക്കെന്ന് പറഞ്ഞ് കുറച്ച് കൊണ്ട് തരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആറ്റുകളിൽ പൊങ്കാല ഇടുമ്പോൾ കുറച്ച് നമുക്കൂടെ തരണേന്ന് പറഞ്ഞു. അങ്ങനെ പൊങ്കാല നേദിച്ച ഉടനെ നേരെ അവരുടെ വീട്ടിൽ പോലും കയറാണ്ടാണ് നമ്മുടെ ഇവിടെ വന്ന് നമുക്ക് എല്ലാവർക്കും പൊങ്കാലയൊക്കെ തന്നിട്ടാണ് അവർ പോയത് കേട്ടോ. കുറച്ച് നമുക്ക് ഇത്രേൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് നിറച്ച് കോരി വയ്ക്കുക കേട്ടോ. ഇനി ഞാൻ പറഞ്ഞില്ലേ, പോകുന്നവരും വരുന്നവരും ഒക്കെ ഇനിയിപ്പോൾ പൊങ്കാലയും കൊണ്ട് വരും. വീട് നിറച്ചിനി ഇന്ന് പൊങ്കാലയുടെ കളിയായിരിക്കും. പ്രസാദമായതുകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് കളയാനും തോന്നത്തില്ല. ഞാൻ പറഞ്ഞാൽ ടി വിയിൽ ന്യൂസൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ആറ്റുകൾ പൊങ്കാല ഇടാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം നല്ലതായിട്ട് മനസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വർഷം ഇടാൻ പറ്റണേ എന്നാണ് ഒരു പ്രാർത്ഥന. അമ്പലത്തിൻ്റെ അവിടെ തന്നെ പോയി ഇടണം എന്നൊക്കെയാണ് ആഗ്രഹം. ദൈവം സാധിച്ചു തരട്ടെ അല്ലേ, അത്രയേ ഉള്ളൂ. അങ്ങനെ അഥർവയും അമ്മയും കൂടി വന്ന് പ്രസാദമൊക്കെ തന്നു.
പൊങ്കാല ഇട്ടവരുടെയൊക്കെ ഒന്ന് അവസ്ഥ ആലോചിച്ചൊക്കെ, വെയിലത്ത് ചുട്ട് പൊള്ളുന്ന ചൂടത്ത് ഇട്ട് പൊള്ളി ചൂടൊക്കെ അടിച്ച് ആകെ കൂടി തളർന്ന് ക്ഷീണിച്ചായിരിക്കും വരുന്നതല്ലേ. പക്ഷെ എത്ര നമ്മൾ ക്ഷീണിച്ച് വയ്യാതെ ഇട്ടാലും വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ചൊക്കെ ഫ്രഷ് ആകുമ്പോഴേക്കും ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറും കേട്ടോ. ഒരു പോസിറ്റീവ് ഫീല് നമുക്ക് തനിയെ തന്നെ വരും. പക്ഷേ ആ ഇടുന്ന സമയം, പൊങ്കാലടുപ്പ് കത്തിക്കുന്ന സമയം നമ്മുടെ പണി പാളും, വെയിലും തീയും പുകയും ഒക്കെ ആയിട്ട് നമ്മളങ്ങ് വല്ലാതെ ടയേർഡാവും. പക്ഷെ വീട്ടിൽ വന്ന് ഒന്ന് എണ്ണയൊക്കെ തേച്ച് കുളിച്ചൊന്ന് റെഡിയായി വന്നാൽ ആ ക്ഷീണമൊക്കെ പമ്പ കിടക്കും കേട്ടോ. അത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ വീട്ടിലിട്ടാലും അത്രയും ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടത്തില്ല. പോയി തന്നെ ഇട്ടാലേ ആ ഒരു വയ്യായിക എന്ന് നമ്മുടെ മനസ്സിൽ തട്ടാതിരിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ പൊങ്കാല പ്രസാദമൊക്കെ നല്ല സ്വാദായിരുന്നു. കഴിച്ചിട്ടിരുന്നപ്പോഴേക്കും അച്ഛന് ബ്രെഡ് ടോസ്റ്റ്, ഇപ്പം എന്നും വൈകുന്നേരം ആകുമ്പോൾ ബ്രെഡ് ടോസ്റ്റ് കഴിക്കണം. അങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ സാൻഡ്വിച്ച് മേക്കർ കുറേ നാളായി ഉപയോഗിക്കാണ്ടിരുന്നു, അത് അടിച്ച് പോയെന്ന് തോന്നുന്നു. വർക്കാവുന്നുണ്ട്, അത് ഓൺ ചെയ്തതും ട്രിപ്പായി പോകുന്നു. പിന്നെ അതെടുത്തില്ല, പിന്നെ പാനിൽ വെച്ച് തന്നെ ഉണ്ടാക്കാൻ കരുതി. ഇത് ഗാർലിക് ബ്രെഡാട്ടോ. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലുള്ള ഓരോരോ പരീക്ഷണങ്ങളാണ്. എത്ര ദിവസമായി ഞാൻ നെട്ടയത്ത് വന്ന് നിൽക്കുന്നു എന്നറിയോ. പിന്നെ ചീമയ്ക്ക് എന്തെങ്കിലും എമർജൻസി വരുവാണെങ്കിൽ ആരെങ്കിലുമൊക്കെ വേണ്ടതെന്ന് കരുതിയിട്ടാണ് ഞാനും വേദയ്ക്ക് സ്കൂളില്ലല്ലോ എന്ന് കരുതി നിൽക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് ഞാനങ്ങ് പോകും കേട്ടോ. വേദയ്ക്ക് എക്സാമാണ്. ഇവിടെ നിന്നാലേ അവൾ വലിയ പഠിത്തമൊന്നുമില്ല, വീട്ടിലാകുമ്പോൾ പഠിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ അതുകൊണ്ട് എന്തായാലും ഇന്ന് പോയേ പറ്റത്തുള്ളൂ. ചീമയ്ക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ, നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് നമ്മളും എപ്പോഴും പോവും, ഇപ്പോൾ പോവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റെഡിയായിരിക്കുകയാണ്. അത്രയും ടയേർഡായിട്ടാണ് ചീമ ഇരിക്കുന്നത്. ഇന്ന് ചീമയ്ക്ക് ചെക്കപ്പുണ്ട്. ചെക്കപ്പിന് കയറുമ്പോൾ അറിയാം എന്താവും ഏതാവും എന്നുള്ളത്. അമ്മയാണെങ്കിൽ ചുമ്മാ എൻ്റെ വീഡിയോ എടുത്ത് വെച്ച് കാണും കേട്ടോ. ആദ്യ ഒരു പ്രാവശ്യം വെറുതെ അമ്മ ജോലിയായിരിക്കും 11 മണിയാകുമ്പോൾ ഓൺ ചെയ്ത് വെച്ചേക്കും. പിന്നെ ഫ്രീ ആയിട്ട് വന്ന് വീണ്ടും കാണും. പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വീണ്ടും കാണും. കമൻസ് എല്ലാം റീഡ് ചെയ്യും. ഭയങ്കര സപ്പോർട്ടാട്ടോ എന്നെ ആ കാര്യത്തിൽ. ഈ ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പി നമുക്ക് വേറൊരു ദിവസം ചെയ്യാം കേട്ടോ. ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ, ഭയങ്കര ടേസ്റ്റാണ്. ഈ ഗാർലിക് ബ്രെഡിൽ ഞാൻ ചീസൊന്നും ആഡ് ചെയ്യില്ല. ഇത് ചീസ് ഗാർലിക് ബ്രെഡാട്ടോ. ഇത് ചീമയുടെ റെസിപ്പിയാണ്. ഞാൻ ജസ്റ്റ് ഗാർലിക് ബ്രെഡായിട്ട് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ ഗാർലിക് ബ്രെഡെല്ലാം ഉണ്ടാക്കി കഴിച്ചു. അച്ഛന് സമാധാനമായി. ഇപ്പം എന്നും വൈകുന്നേരം ആകുമ്പോൾ ബ്രെഡ് ടോസ്റ്റ് ഇല്ലേ എന്ന് ചോദിച്ചിട്ട് വരും. അച്ഛന് ഷുഗറാണെങ്കിലും ചായക്ക് മധുരം ഇട്ട് കുടിക്കത്തില്ല, അതിന് ഷുഗറാണെന്ന് പറയും. അതുപോലെ പൂരിയും കഴിക്കത്തില്ല, എണ്ണയാണെന്ന് പറയും. ബാക്കി എല്ലാം കഴിക്കും. ചോക്ലേറ്റൊക്കെ ഫെറേറൊക്കെ കണ്ടാൽ പിന്നെ അച്ഛൻ നമ്മളെ കട്ടി ചെറുതാട്ടോ. ഫെറേറോ, കിൻഡർ ജോയ്, ഇതൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് എല്ലാം കഴിച്ചിട്ടിരുന്നപ്പോഴേക്കും അടുത്ത പൊങ്കാല ടീംസ് വരുന്നുണ്ട്. നമ്മുടെ വീടിനടുത്തുള്ളവരാട്ടോ. അവർ കുറച്ച് പൊങ്കാലയും തെരളിയും മണ്ടപ്പുറ്റും ഒക്കെ തന്നായിരുന്നു. ഈ ചേച്ചിയും എവിടെ പൊങ്കാല ഇട്ടാലും ഇവിടെ തന്നിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഇന്നലെ അമ്മ കണ്ടപ്പോൾ പൊങ്കാല തരണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീടിനടുത്താണ്. അപ്പോൾ പൊങ്കാല ഇപ്പോഴാണ് അവർ അമ്പലത്തിനടുത്ത് പോയിട്ടിട്ട് ഇപ്പോഴാണ് എത്തിയത് കേട്ടോ. പൊങ്കാലയൊക്കെ കൊണ്ടു തരുന്നുണ്ട്. വേറൊരു അമ്മുമ്മ നമുക്ക് കുറച്ച് പൊങ്കാല കൊണ്ടു തന്നു. അങ്ങനെ ഇവിടുത്തെ പൊങ്കാലയെല്ലാം വാങ്ങിച്ചിട്ടിരുന്നപ്പോഴേക്കും സച്ചിൻ്റെ വീട്ടിൽ നിന്നും ആൻറ്റിയും അങ്കിളും കൂടി പൊങ്കാലയും കൊണ്ട് വന്നു കേട്ടോ. പിന്നെ ഇന്നലെ 3 മണി തൊട്ട് 7 മണി വരെ ചന്ദ്രഗ്രഹണമല്ലേ, ആരും വെളിയിലൊക്കെ ഇറങ്ങാണ്ട് അങ്ങനെയൊക്കെ ഇരുന്നത് കൊണ്ട് ആണ് അങ്കിളും ആൻറ്റിയൊക്കെ വൈകി ലേറ്റായിട്ട് വന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചീമ ഇന്നോ നാളെയോ എന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കാലിൽ പാദസരമൊക്കെ കിടക്കുകയാണ്. നമ്മുടെ ഇവിടെ കൊലുസെന്ന് പറയും, കൊലുസും മിഞ്ചിയൊക്കെ കിടക്കുകയാണ്. അതെല്ലാം ഊരി വയ്ക്കുകയാണ്. ഇനി ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എമർജൻസി ആയിട്ട് പോകുമ്പോൾ എന്തായാലും ഊരിയിട്ട് തിയേറ്ററിലൊക്കെ അവർ കയറ്റത്തുള്ളൂ, ലേബർ റൂമിലും ഒക്കെ കയറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ സമയം കിട്ടണ്ട, പെട്ടെന്ന് ധൃതി പിടിക്കേണ്ടെന്ന് കരുതി കൊലുസും മിഞ്ചിയൊക്കെ ഊരി വയ്ക്കുകയാണ്. മാല കഴുത്തിൽ കൂടെ പെട്ടെന്ന് അപ്പോഴും വേണമെങ്കിലും ഊരാം. പിന്നെ കമ്മലും മുക്കുത്തിയൊക്കെ ഊരണം. അതൊക്കെ ഊരിയല്ല ചിലപ്പോൾ മുക്കും കാതും ഒക്കെ അടഞ്ഞു പോകുന്നുണ്ട്, സമയത്ത് ഊരാന്നും പറഞ്ഞിട്ട് പാടുള്ള കൊലുസും മിഞ്ചിയൊക്കെ ഊരി വെച്ചേ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, അങ്കിളും ആൻറ്റിയൊക്കെ അത് പൊങ്കാല പ്രസാദം, വെള്ള പൊങ്കാല, ശർക്കര പൊങ്കാല, തെരളി, മണ്ടപ്പുറ്റ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ട് വന്നു. അവർ നേരത്തെ വരാൻ നിന്നതാണ്. അപ്പോഴാണ് ഈ ചന്ദ്രഗ്രഹണം ആയതുകൊണ്ട് ആ സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് പതിയെ ഇറങ്ങിയത്. അങ്ങനെ ഗർഭിണികളെ കാണാൻ വന്നുകൂടാ, അല്ലെങ്കിലും ഈ ചന്ദ്രഗ്രഹണ സമയത്ത് ഗർഭിണികൾക്കൊരു നെഗറ്റിവിറ്റി കിട്ടും എന്നാണ് പറയുന്നത്. അതുകൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയായിരുന്നു കേട്ടോ ഇന്നലെ എന്താവും ഏതാവും എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റാ.